ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു സിമ്പിളായിട്ടൊരു ക്യാരറ്റ് പോള ഉണ്ടാക്കിയാൽ നമുക്ക് ആദ്യം കഴുകി ക്യാരറ്റ് രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. വേറൊരു പാത്രം ചൂടാകാൻ വെക്കണം. ഗ്രേറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരാൾ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. നെയ്ക്കകത്ത് കുറച്ച് തേങ്ങയും കിടണം. ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇടണം, പക്ഷേ എൻ്റെ കയ്യിലില്ല. ഈ തേങ്ങ ഇതെല്ലാം കൂടെ നെയ്യിലൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ല, ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ ചെറുതാക്കി എടുത്താൽ അത്രയും നല്ലത്. കുറച്ച് പഞ്ചസാരയും കൊണ്ട് ഇതാക്കിയിട്ട് ഒട്ടുന്ന പരുവാക്കി എടുക്കണം. നുസ്രാക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നജാക്ക് ഇഷ്ടമാണ്. നജ പിന്നെ ക്യാമറമാൻ ആയതുകൊണ്ട് നജ വീഡിയോ എടുക്കുകയാണ്. 3 കോഴിമുട്ടയും ഒരു വാനില എസൻസ്, കുറച്ച് വാനില എസൻസ്, 2 കവറ് പാൽപ്പൊടി മസ്റ്റായിട്ടാണ്, പഞ്ചസാര, പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് നേരത്തെ വെച്ചത് അതും കൂടെ അടിച്ചെടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് മാറ്റി വെക്കണം. നമുക്കിത് നല്ലൊരു മഷി പോലെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ച് നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ, ക്യാരറ്റിൻ്റെ പഞ്ചസാരയുടെയൊക്കെ, അതങ്ങോട്ട് ഇളക്കി നല്ലൊരു മിക്സ് ചെയ്തിട്ട് നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു കേക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണ്. അതായത് ഇതിനകത്ത് ഒഴിച്ചിട്ട് അടിയിൽ കരിയാതിരിക്കുക വേറൊരു പാത്രം ചൂടാതെ നേരത്തെ വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് നമുക്കൊരു അത്രയും സമയം വേണം. 10 മിനിറ്റ് ആവുമ്പോഴത്തേക്കുള്ള അടിപൊളി ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സൂപ്പർ സാധനമാണ്. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ക്യാരറ്റും പിന്നെ ആ തേങ്ങയുടെയും ആ നെയ്യുടെയും ആ മുട്ടയുടെ ഒരു ഫ്ലേവറേ അറിയാൻ വയ്യ. നല്ല സൂപ്പറായിട്ടാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന സ്നാക്സായിട്ട് നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്തു വിടാം സ്കൂളിലൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.